ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ വെറും ഒരു പുകമറയാണ് എന്നാണ് നിഗൂഢമായ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതെ, ഇത് ഒരു പരിഹാര മാർഗമല്ല, മറിച്ച് ഹമാസ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചെങ്കിലും ഇസ്രായേലിനെ തിരിച്ചു പണിയാൻ ശക്തമായിട്ടുള്ള കരുക്കൾ നീക്കുകയും അതിനു വേണ്ടുന്ന സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയുമാണ് അണിയറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയോടുകൂടി ഇസ്രായേലിനെ തിരിച്ചടിക്കാനാണ് ഹമാസ് ഒരുങ്ങുന്നത്. വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഹമാസും ഇസ്രായേലും പരസ്പരം തടവുകാരെ മോചിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇടയിൽ സമീപകാല സമാധാന കരാറിൽ സംശയം ജനിപ്പിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇസ്രായേൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ദേശീയ മാധ്യമങ്ങളും. വെടിനിർത്തൽ കരാറിൽ രണ്ട് രാജ്യങ്ങളും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും US-ന്റെയും മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചു എന്നത് നേര്. അങ്ങനെ ഒരു കരാർ നിലവിൽ വന്നു. ശരി, ആ കരാർ അനുസരിച്ച് ഇസ്രായേൽ ബന്ധികളാക്കിയിരിക്കുന്ന ഹമാസുകാരെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനും ഹമാസ് ബന്ധികളാക്കിയിരിക്കുന്ന ഇസ്രായേലരെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കാനും ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്റലിജൻസ് നല്ല രൂപത്തിൽ ഈ വിഷയം ഒന്ന് പഠനാർഹമായി ചിത്രീകരിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 10,000 മുതൽ 15,000 വരെ ഭീകരവാദികളാകുന്ന പലസ്തീൻ തീവ്രവാദികളെ സംഘം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ റിക്രൂട്ട്മെന്റുകളിൽ കൂടുതലും അവിവാഹിതരും പരിശീലനം ലഭിക്കാത്തവരുമാണ്. അതായത് നിർബന്ധിപ്പിച്ച് സൈന്യത്തിലേക്ക് ചേർക്കപ്പെട്ടവർ. സംഘട്ടനത്തിനിടയിൽ ഏതാണ്ട് അത്ര തന്നെ ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പലസ്തീന്റെ ഭാഗത്തു നിന്നും. ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തലിന് ശേഷം ഹമാസ് വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 10,000 മുതൽ 15,000 വരെ ഭീകരരെയാണ് പലസ്തീൻ തീവ്രവാദി സംഘം സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത്. എന്തിന്? ഇസ്രായേലരുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടാൻ. ഗാസയെ തകർത്ത യുദ്ധത്തിൽ ഇതുവരെ ഏകദേശം 46,000-ത്തിലധികം ആളുകളാണ് മരിച്ചു വീണത്. പലസ്തീനിലും ഗാസ മുനമ്പിലും കടുത്ത മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായിട്ടും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്നുമുണ്ട്. കാരണം ഇറാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇറാന്റെ സായുധ സംഘമായ ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ഒരുമിച്ചാണ് ഇതുവരെ ഇസ്രായേലിനെതിരെ നിന്നതെങ്കിലും ഇസ്രായേലിന്റെ ഒരു പൂട പോലും പറിക്കാൻ ഇറാന്റെ ഈ സായുധ സൈനിക സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. വെടിനിർത്തലിന് ശേഷം തീവ്രവാദി സംഘം ഗാസയിൽ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. അവരുടെ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിച്ചു. എന്നാൽ തങ്ങളുടെ ആക്രമണത്തിൽ ഗാസയിൽ 20,000 ഹമാസ് ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു. ഈ കണക്കുകൾ ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഒക്ടോബർ 7 മുതൽ തുടങ്ങിയ യുദ്ധം ഏതാണ്ട് 10-15 മാസത്തോളം ദീർഘമായി നിലനിന്നു പോയി. ഈ യുദ്ധം ഇതിനകത്ത് ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഹമാസ് നിർബന്ധിപ്പിച്ച് യാതൊരു പരിശീലനവും കൊടുക്കാത്ത സാധാരണക്കാരായ അവിവാഹിതരായ യുവാക്കളെയായിരുന്നു, അവരെയാണ് ഇസ്രായേലിന് കവചമായിട്ട് ഇട്ടുകൊടുത്തത്. എന്നിട്ട് ഹമാസ് നേതാക്കളൊക്കെ ഇറാനിലും ഈജിപ്തിലും ഖത്തറിലുമൊക്കെ സുഖവാസത്തിലായിരുന്നു കുടുംബത്തോടൊപ്പം. മറ്റു നേതാക്കൾ ടണലുകളിൽ. കോടിക്കണക്കിന് പണങ്ങളുമായി ഇവർ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ജീവന് വേണ്ടി. ഇവരുടെ തന്ത്രങ്ങളെ ശരിക്കും പഠിച്ച ഒരു വ്യക്തി ഒരുപക്ഷെ ട്രംപ് തന്നെ ആയിരിക്കും. അല്ല, നെതന്യാഹുവിന് അറിയില്ല എന്നല്ല, നെതന്യാഹുവിനറിയാം. ഇലയിലല്ല വളം വയ്ക്കേണ്ടത്, തളം വേണ്ടത് വേരിലാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ 8 തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചത് അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന്. കാരണം എന്നാൽ മാത്രമേ ജൂതന്മാർക്ക് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും സ്വസ്ഥമായും സമാധാനമായും നിർഭയത്തോടുകൂടിയും ജീവിച്ചു പോകാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി, ഒരു ഹമാസ് കുഞ്ഞെങ്കിലും വളർന്നു വന്നാൽ അവർ ജൂതന്മാർക്കുണ്ടാക്കാൻ പോകുന്ന വിപത്തുകളെയും നാശത്തെയും സംബന്ധിച്ച്
നല്ല രൂപത്തിൽ ബോധവാനായിരുന്നു നെതന്യാഹു. ഇന്ന് ട്രംപ് ഇതൊക്കെ നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഗാസ മുനമ്പിൽ നിന്നുള്ള അഭയാർത്ഥികളെ ജോർദാൻ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇനിയും ഏറ്റെടുക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഗാസ ക്ലീൻ ആകണമെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച എയർഫോഴ്സ് 1-ൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നടത്തിയ ഫോൺ കോളിൽ ഇക്കാര്യം താൻ സംസാരിച്ചിരുന്നെന്നും ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുമായി ഇനിയും സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് സംസാരിച്ച ട്രംപ് പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തതിന് ജോർദാൻ രാജാവിനെ അഭിനന്ദിച്ചിരുന്നെന്നും ഇനിയും കൂടുതൽ ആൾക്കാരെ ഗാസ മുനമ്പിൽ നിന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. നൂറ്റാണ്ടുകളായി നിരവധി സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ഗാസ. നിരവധി പേരാണ് ഓരോ വർഷവും മരിച്ചു വീഴുന്നത്. ആകെ തകർക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ ആളുകൾ ജീവിക്കുന്നത് സങ്കീർണമായ അവസ്ഥയിലാണ്. ഇവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് അറബ് രാജ്യങ്ങളുമായി താൻ ചർച്ചകൾ നടത്തുമെന്നും കുടിയേറ്റക്കാർക്കായി വീടുകൾ നിർമ്മിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലുകാരായ ബന്ധികളും തങ്ങളുടെ തടവറയിലെ ഞെട്ടിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഇനിയും ഒരിക്കൽ കൂടി അങ്ങനെ ഒരു യുദ്ധമോ അഭയാർത്ഥികളായി പിടിക്കപ്പെടുന്ന മനുഷ്യ ജീവനുകളോ ഉണ്ടാകരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. 15 മാസവും ഗാസയിലെ ടണലുകളിൽ മാറി മാറി പാർപ്പിക്കപ്പെട്ട ഇവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നേ ഇല്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അത്രേ. എമിലി ഡമാരി, റോമി ഗൊനൻ, ഡൊറോൺ സ്റ്റീൻബെക്കർ, ഈ 3 വനിതാ ബന്ദികളാണ് തങ്ങളുടെ ദുരിത ജീവിതം ഇപ്പോൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബന്ദികളെ കൈമാറാനുള്ള ഉടമ്പടിയുടെ ഭാഗമായി ഹമാസ് ഭീകരർ ഇവരെ റെഡ് ക്രോസിന് കൈമാറുന്നത്. ഗാസയിലേക്ക് തങ്ങളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം അങ്ങേയറ്റം അക്രമാസക്തമായിരുന്നെന്നും അവർ കൊല്ലുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടിരുന്നെന്നും അവർ പറയുന്നു. AK-47 തോക്കുകളും ഹമാസിന്റെ കൊടിയും പിടിച്ച് നിരവധി പേരാണ് അവിടെ തടിച്ചുകൂടിയത്. ഹമാസ് പ്രവർത്തകർ പലരും മുഖംമൂടി ധരിച്ചായിരുന്നു അവിടെ എത്തിയത്. ഇപ്പോൾ ഒരുമിച്ച് മോചിപ്പിച്ച 3 ബന്ദികളെയും 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അവർ ബന്ദികളാക്കി പാർപ്പിച്ചിരുന്നത്. അവരിൽ പലരും പകൽ വെളിച്ചം കണ്ടത് അപൂർവമായിട്ടാണ്. കാരണം ഇവർ ഭൂരിഭാഗം സമയവും കഴിഞ്ഞിരുന്നത് ഭൂഗർഭ തുരങ്കങ്ങളിലാണ്. ചില അവസരങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിക്കുമായിരുന്നു എന്നവർ പറയുന്നു. എമിലി ഡമാരിക്ക് തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ പരിക്കേറ്റിരുന്നു. പാരാമെഡിക്കൽ ജീവനക്കാരിയായിരുന്ന റോമി ഈ അവസരത്തിൽ അവരുടെ മുറിവുകൾ വച്ചു കെട്ടാനും മറ്റും സഹായിക്കുമായിരുന്നു. കയ്യിൽ വെടിയേറ്റ എമിലിയുടെ 2 വിരലുകൾ നഷ്ടപ്പെട്ടിരുന്നു. കാലിനും ഇവർക്ക് പരിക്കേറ്റിരുന്നു. ബന്ദികൾക്ക് രോഗവും മറ്റും ഉണ്ടാകുമ്പോൾ മതിയായ വൈദ്യസഹായം പോലും ഭീകരർ നൽകിയിരുന്നില്ല. കൂടാതെ അനസ്തേഷ്യ നൽകാതെ ഒരു ബന്ദിയെ അവർ കൊണ്ടുവന്ന ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതായും ബന്ദികൾ വെളിപ്പെടുത്തി. പലപ്പോഴും മാത്രം ഭീകരർ തങ്ങളെ TV കാണാനും റേഡിയോ കേൾക്കാനും അനുവദിച്ചിരുന്നു എന്നും അങ്ങനെയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൽ നടക്കുന്ന പോരാട്ടങ്ങൾ മനസ്സിലാക്കിയതെന്നും അവർ പറഞ്ഞു. തങ്ങളെ മോചിപ്പിക്കുന്നതായി തീവ്രവാദികൾ അറിയിച്ചത് ഞായറാഴ്ച രാവിലെ മാത്രമായിരുന്നു എന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. മോചിപ്പിക്കപ്പെട്ട നിമിഷത്തിലും അവരുടെ മുഖത്ത് ഭീതിയുള്ളതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് മുമ്പിൽ വീണ്ടും ഹമാസ് ഗാസയെ തയ്യാറെടുപ്പിക്കുകയാണ് ഇസ്രായേലിന് മുന്നിൽ ചെന്ന് കയറിക്കൊടുത്ത് മരണം വരിക്കാൻ. നന്ദി.